എൻ്റെ ടോപ്പിക്കിലേക്ക് യാതൊരു മുഖവരിയില്ലാതെ ഞാൻ കടക്കുകയാണ്. നന്ദിയുണ്ട് എന്നെ വിളിച്ചതിൽ. ഈ പറഞ്ഞ പോലെ സാധാരണ അങ്ങനെ വിളിക്കൽ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞ് വിളിച്ചതിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ വിഷയം ഭക്ഷണത്തെക്കുറിച്ചിട്ടുള്ളതാണ്. എൻ്റെ വിഷയം ജാതി ഭക്ഷണം എന്നുള്ളതാണ് ടോപ്പിക്ക്. എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, നമ്മുടെ സമൂഹവും നമ്മുടെ സംസ്കാരവും എല്ലാം ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ ഭക്ഷണം അല്ലെങ്കിൽ ആഹാരം എന്ന് പറയുന്നത് നമ്മളിലുണ്ടാക്കുന്ന സ്വാധീനം എന്താണ്, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് ഇപ്പോൾ പെർസീവ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതിന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ റെഫറൻസ് എഴുതാൻ വിട്ടുപോയി. പുഷ്പേഷ് പന്ത് എന്ന് പറയുന്ന പത്മശ്രീ അവാർഡി ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ റെഫറൻസ് ഞാൻ കൊടുക്കാൻ വിട്ടുപോയി, അത് സ്ലൈഡായിട്ട് ചേർക്കാൻ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ദ കുക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം, അതുപോലെ തന്നെ രവികാന്ത് കൃഷ്ണ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, അതുപോലെ തന്നെ സാധു പട്ടോലെ എന്ന് പറയുന്ന ഒരു ദളിത് കുസീൻ റൈറ്റർ, അതായത് ഒരു ഫുഡ് റൈറ്റർ എന്നൊക്കെ പറയാവുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് എഴുതുന്ന ഒരു ദളിത് ആളാണ് സാധു പട്ടോലെ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം. പിന്നെ അതുപോലെ തന്നെ ജോങ്ക് എന്ന് പേരുള്ള അഭിജിത്ത് ബാനർജി, ഒരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം. ഇങ്ങനെ 3-4 പുസ്തകങ്ങളെ നിന്നും എടുത്തിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ളൊരു വലിയ മിത്താണ്. നമ്മൾ ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നതിൽ ഒരു 90% വെജിറ്റേറിയൻ ഫുഡായിരിക്കും. പൊതുവേ നമ്മൾ വെജിറ്റേറിയനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം കാണുന്ന ചില കാര്യങ്ങളാണ് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്ന് പറയുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഡിബേറ്റിലേക്കല്ല പോകുന്നത്. അത് ആവശ്യത്തിന് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞ വിഷയമാണ്. വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് ഒരു മറുവഴി ജാതിയാണ്, ജാതിയെ മറ്റൊരു രീതിയിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ ഇതിനു മുമ്പേ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിലേക്കല്ല ഇത് പോകുന്നത്. പക്ഷേ ഇതൊരു മിത്തിനെക്കുറിച്ച് ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു മിത്ത് മാത്രമാണ്. കാരണം ഇന്ത്യയിലെ ഒരു 80% ആളുകളും നോൺ വെജിറ്റേറിയൻസാണ്. അത് കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇന്ത്യൻ ഫുഡ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ കാണിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു വെജിറ്റേറിയൻ ഫുഡായിട്ടാണ് നമ്മളതിനെ, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡുകളുടെ ഒരു റെസിപ്പി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പട്ടിക, ഒരു ടേബിളാണ് നമ്മൾ സാധാരണ ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ വെജിറ്റേറിയനിസം ഒരു മറുവഴി ജാതി തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ പോലും നമ്മൾ വെജിറ്റേറിയൻസ് ആണോ എന്നുള്ളതാണ് ചിന്തിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ, അഭിജിത്ത് ബാനർജിയുടെ പുസ്തകത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ സായിപ്പും കൂടി ഡൽഹിയുടെ തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയായിരുന്നു. അവിടെ ചാന്ദിനി ചോക്കിൻ്റെ സൈഡിൽ കൂടിയൊക്കെ. അപ്പോൾ ഒരുപാട് ഭക്ഷണശാലകളുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സായിപ്പ് പറഞ്ഞു, ഞാൻ വീഗനാണ്, ഞാൻ മാംസമൊന്നും കഴിക്കില്ല, വീഗനാണ്, എനിക്ക് വെജിറ്റേറിയൻ ഫുഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സായിപ്പ് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് സായിപ്പിൻ്റെ കൂട്ടുകാരൻ ഇദ്ദേഹത്തെ കൊണ്ട് ഒരു പ്യുവർ വെജ് ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫുഡ് ഓർഡർ ചെയ്യാൻ എടുക്കുന്ന ആ സമയം കൊണ്ട് ഈ തദ്ദേശവാസിയായ ഈ മനുഷ്യൻ സായിപ്പിനോട് വെജിറ്റേറിയൻ ഭക്ഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ വളരെ അതിൻ്റെ നോൺ വെജിറ്റേറിയൻ്റെ ദോഷഫലങ്ങളും, വെജിറ്റേറിയനിസം കൊണ്ടുള്ള ഗുണങ്ങളും അതിൻ്റെ ധാർമ്മികതയൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് വെയിറ്റർ വന്നു അയാളോട് പറയുമ്പോൾ ഈ തദ്ദേശവാസി പറയുന്നത് കേട്ട് സായിപ്പ് ഞെട്ടിപ്പോയി. കാരണം ഇയാൾ പറഞ്ഞതിൽ ദേശി ഘീ, പനീർ, അതുപോലെയുള്ള ഒരുപാട് ഐറ്റങ്ങൾ, ഡയറി ഐറ്റങ്ങൾ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. അതുപോലെയുള്ള ഹൈ കാലറി വാല്യൂസാണ്, ആ സാധനങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് സായിപ്പ് ഞെട്ടിപ്പോയി. കാരണം സായിപ്പിനെ സംബന്ധിച്ചിടത്തോളം സായിപ്പ് വീഗനാണ്. വീഗൻ എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ അല്ലാത്ത പശുക്കളുടേതായിട്ടുള്ള ഡയറികൾ പോലും, അതായത് ഡയറി ഉൽപ്പന്നങ്ങൾ പോലും, വെണ്ണ, നെയ്യ്, അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഉപയോഗിക്കാത്ത ആളാണ് സായിപ്പ്. പക്ഷേ ഇയാൾക്ക് ഇതൊന്നും ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ സായിപ്പ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സായിപ്പ് പറഞ്ഞു, നിങ്ങൾ സാധാരണ വെജിറ്റേറിയൻസ് അല്ല, മറിച്ച് നിങ്ങൾ മാസ്കേഡിങ് വെജിറ്റേറിയൻസ് ആണ് എന്നാണ് സായിപ്പ് പറഞ്ഞത്. നിങ്ങളൊരു വെജിറ്റേറിയനിസത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞിരിക്കുന്നവരാണ്
എന്നാണ് സായിപ്പ് ഈ മനുഷ്യരോട് പറഞ്ഞത്. അപ്പോൾ അതിന് തിയററ്റിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ സാധാരണ ഒതൻറ്റിക് വേഗനിസം എന്ന് പറയുന്ന, അതായത് വേഗനിസം എന്ന സാധാരണഗതിയിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള, ലോകത്ത് നിർവചിക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങളുമായിട്ട് അതിൻ്റെ ധാർമ്മികതയിലുള്ള വ്യത്യാസം. കാരണം വീഗനിസത്തിൽ മൃഗങ്ങളുടെ ഉൽപ്പന്നങ്ങളൊന്നും തന്നെ, പാല്, തൈര്, അങ്ങനെ ഡയറി ഉൽപ്പന്നങ്ങൾ, അതേത് മൃഗങ്ങളുടെ ആണെങ്കിലും അത് ഉപയോഗിക്കില്ല, മുട്ട ഉപയോഗിക്കില്ല. പക്ഷേ ഇന്ത്യൻ വെജിറ്റേറിയനിസത്തിൽ ഇതെല്ലാം ഉപയോഗിക്കും. നിങ്ങൾക്ക് എത്രയോ വലിയ ബ്രാഹ്മണന്മാരെ കാണാൻ പറ്റും, അതിനകത്ത് പാൽ ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ സവർണരായിട്ടുള്ള ആൾക്കാർ തന്നെ പാൽ ഉപയോഗിക്കാത്തവർ, നെയ്യ് ഉപയോഗിക്കാത്തവരൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒതൻറ്റിക് വെഗനിസവുമായിട്ടുള്ള ധാർമ്മികതയിൽ തന്നെ വളരെ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരാണ് ഇന്ത്യയിലെ വെജിറ്റേറിയൻസ്. രണ്ടാമത്തെ കാര്യം, അവരുടെ വാല്യൂസ് അതുകൊണ്ട് തന്നെ ഭയങ്കര മിസ്മാച്ചിങ് ആണ്. അതുകൂടാതെ പനീർ പ്രെഡിക്റ്റമെൻ്റ് എന്ന് പറയുന്നൊരു ഭാഗം, അതായത് ഇന്ത്യൻ കുസീനിൽ, അതായത് നമ്മൾ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ കുസീനിൽ, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡായിരിക്കും. ആ നോർത്ത് ഇന്ത്യൻ ഫുഡിൽ പനീറിനുള്ള പ്രാധാന്യം വളരെ വളരെ കൂടുതലാണ്. അത് സമ്മതിക്കാതെ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇന്ത്യക്കാരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മിത്താണ് ഇന്ത്യ വെജിറ്റേറിയൻ ആണ് എന്നുള്ളത്. ഇത് നമ്മളും അറിയാതെ അങ്ങോട്ട് പറയാറുണ്ട്, ബ്രാഹ്മണനാണ്, സവർണർ വെജിറ്റേറിയൻസ് ആണ്, അങ്ങനെ ഇങ്ങനെ. പക്ഷെ അതല്ല സത്യം. ഇന്ത്യയിൽ വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് ഒരു മിത്താണ്. നെക്സ്റ്റ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിഫറൻസിനെ എന്താണ് തീരുമാനിക്കുന്നത്? നമ്മുടെ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നമ്മളെ ആ കാര്യങ്ങളെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് നോക്കുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ പറഞ്ഞ ദളിത് ഫുഡ് റൈറ്ററായിട്ടുള്ള ഈ സാധു പട്ടോലെ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മനുഷ്യൻ്റെ എന്ത് കഴിക്കണമെന്നുള്ള ഭക്ഷണം എന്ത് കഴിക്കണം എന്നുള്ള ആ ചിന്ത, അല്ലെങ്കിൽ ആ ഒരു പ്രിഫറൻസ്, ആ ഒരു താല്പര്യം ഉണ്ടാകുന്നത് അയാളുടെ സോഷ്യോ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന്, അയാൾ ജീവിക്കുന്ന സാമൂഹിക സാമ്പത്തിക പരിസരങ്ങളിൽ നിന്നുമാണ് അത് ഉടലെടുക്കുന്നത് എന്നാണ്. അതിന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുള്ള ഒരുപാട് കാര്യങ്ങളെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ സാമൂഹിക പശ്ചാത്തലമാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, എന്ത് കിട്ടുന്നില്ല, എന്ത് എളുപ്പം ആക്സസിബിൾ ആണ്, ഇതെല്ലാം അത് സാമ്പത്തികമായി കൊള്ളണമെന്ന് തന്നെ ഇല്ല. നമുക്കറിയാം, കേരളത്തിൽ പോലും ഒരു നൂറ്റാണ്ട് മുമ്പ് നമുക്ക് ഉപ്പ് എന്ന് പറയാൻ പറ്റാതെ പുളിച്ചത് എന്ന് പറയേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ജാതി ഒരു ഫാക്ടറാണ്, സാമ്പത്തികം മറ്റൊരു ഫാക്ടറാണ്. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. സമ്പന്നരുടെ റെസിപ്പികളിൽ മാത്രം, സമ്പന്നരുടെ ഭക്ഷണങ്ങളിൽ മാത്രം കുറച്ചു കാലം മുമ്പ് വരെ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു ഈ പറഞ്ഞ കായം എന്ന് പറയുന്ന അസ്ഫോറ്റിഡിയ, അല്ലെങ്കിൽ കായം എന്ന് പറയുന്ന സാധനം, റോക്ക് സോൾട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ചുവന്ന നിറത്തുള്ള ഒരു ഉപ്പുണ്ട്, കാല നമുക്കെന്നൊക്കെ പറയുന്ന ഒരു സാധനം, അതായത് പാറയിൽ നിന്നുണ്ടാക്കുന്ന ഹിമാലയൻ റോക്ക് സോൾട്ട് എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ ഷുഗർ, ജാഗറി, ടാമറിൻഡ്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ തന്നെ സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമായിട്ടുള്ളൊരു സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന അവരുടെ ടേസ്റ്റുകളെ നിർണ്ണയിക്കുന്നില്ല, അവർക്ക് താല്പര്യമുള്ള രുചികളെ നിർണ്ണയിക്കുന്നതിൽ ഈ സാമൂഹിക പശ്ചാത്തലത്തിനും സാമ്പത്തിക പശ്ചാത്തലത്തിനും വലിയ പങ്കുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് പുളി മാത്രമായിട്ട് കഴിക്കാൻ പറ്റില്ല. ഇതൊരു എന്താ പറയുക, ഒരു അനക്ഡോട്ട് പോലെ എടുത്താൽ മതി. ഇതൊരു ശാസ്ത്രീയമായ സംഭവമല്ല. പക്ഷേ സാധു പട്ടോലെ പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് പുളി മാത്രമായിട്ട് കഴിക്കുമ്പോൾ ഒരു ഇത്തിരി പ്രയാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, പുളിയുടെ ഇത് കുറയ്ക്കാൻ വേണ്ടി അതിനകത്തേക്ക് ഒരു ഇത്തിരി ശർക്കര ആഡ് ചെയ്യും. അതുപോലെ തന്നെ സാമ്പാർ. അപ്പം നമ്മൾ മാംഗ്ലൂർ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സാമ്പാറിൽ എപ്പോഴും ഈ പറയുന്ന ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര കുറച്ച് ആഡ് ചെയ്യും. അപ്പോൾ ഇത് ടേസ്റ്റ് ബാലൻസിങ് എന്ന് പറയുന്നൊരു സംഗതിയാണ്. ഈ ടേസ്റ്റ് ബാലൻസിങ് എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ ഈ പറയുന്ന പുളിയും അതുപോലെയുള്ള മറ്റു സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ അതവർക്ക് പ്രാപ്യമായിരിക്കണം. അത് പ്രാപ്യമായി തുടങ്ങുന്നത് ഒരുപക്ഷെ ഒരു 70-80 വർഷങ്ങൾക്കുള്ളിൽ മാത്രമാണ്. അപ്പോൾ അത് നിങ്ങളുടെ രുചിയെ നിർണ്ണയിക്കാം. ആ രുചിയെ നിർണ്ണയിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിങ്ങളുടെ ജാതിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കും നിങ്ങളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, സാമൂഹ്യ സ്ഥിതിക്കും പങ്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റേ എന്ത് ഭക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതിലും പങ്കുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ
സാധാരണ ഭക്ഷണം കിട്ടുന്ന, അതായത് 1970 നടക്കുന്ന ഒരു ക്ഷാമത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഒരു കാലിയോ അല്ലെങ്കിൽ ഒരു പശുവോ ചത്തുപോയി കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ക്ലീൻ ചെയ്യാൻ വിളിക്കുന്നത് ഈ പാവപ്പെട്ട ആളുകളെയാണ്, അതായത് ഈ ദളിതരെയാണ്. അപ്പോൾ അവർക്കന്ന് ഉത്സവമാണ്. കാരണം എന്താ, ഈ കിട്ടിയിരിക്കുന്നതിനെ ഭക്ഷണം കഴിക്കാം. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഒരു എന്താ പറയുക, ഒരു സർവൈവലിൻ്റെ ഒരു മാർഗമായിട്ടാണ് അവർ ആ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത് എന്ന് ഈ സാധു പട്ടോലെ പറയുന്നുണ്ട്. അത് കൂടാതെ എന്താണ്, പലപ്പോഴും ഈ പറയുന്ന ഭക്ഷണത്തിൻ്റെ കണ്ടൻറ്റ്, അതായത് മാംസമാണോ വെജിറ്റേറിയൻ ആണോ എന്നുള്ളത് മാത്രമല്ല, അതിനുപയോഗിക്കുന്ന ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഈ പറയുന്ന പോലെ നിങ്ങളുടെ പ്രിഫറൻസിനെ നിർണ്ണയിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനൊരു കാരണം, ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ. പണ്ട് കാലത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്ന, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മൺചട്ടി, അതായത് മണ്ണിൻ്റെ ഒരു പ്ലേറ്റ് പോലെയുള്ള ഒരു തവ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഇത് ചപ്പാത്തി റോട്ടിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കുറേ കഴിയുമ്പോൾ പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ചെറുതായിട്ട് തീ വന്നിട്ട് ഇതിനെ ആ രീതിയിൽ ചെറുതായിട്ടൊന്ന് കരിയൊക്കെ ചെയ്യും. അപ്പോൾ ആ കിട്ടുന്ന ഒരു ടേസ്റ്റ്. അതേസമയം അല്പം കൂടി ഉന്നതരായ വ്യക്തികളുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ തവ എന്ന് പറയുന്ന മെറ്റലായി മാറും. അതോടുകൂടി അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹീറ്റ് മാത്രമേ വരുള്ളൂ, അതായത് ഈ തീ വന്ന് പൊള്ളിക്കുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിൽ യൂട്ടൻസിൽസ് വളരെയധികം കാര്യമുണ്ട്. അതേപോലെ തന്നെ വെസൽസ്, വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കുടം, അത് മൺകുടം ഉപയോഗിച്ചിരുന്നു. പിന്നെ കാശുള്ളവരാണെങ്കിൽ അത് ചെമ്പ് കുടമാവും. അത് കഴിയുമ്പോൾ പിന്നെ അത് അലൂമിനിയം ആവും, പിന്നെ പ്ലാസ്റ്റിക് ആവും. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പല തരത്തിൽ അതിൽ വ്യത്യാസം വരും. അതിനൊരു ഉദാഹരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇത് വിറകടുപ്പാണ്. അപ്പോൾ ഇതിൽ വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ ആ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ വിറകിൻ്റെ ഒരു ചുവ വരും. അപ്പോൾ അത് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ആ ചുവ മാറാൻ വേണ്ടിയിട്ട് പലതരം ദാഹശമനി പോലുള്ള സാധനങ്ങൾ ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളുടെ എന്ത് വെള്ളം കുടിക്കണം എന്നുള്ള കാര്യത്തിൽ പോലും നമ്മളുടെ ഒരു സോഷ്യോ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയുന്നത്, നമ്മൾ സാധാരണഗതിയിൽ വെജിറ്റേറിയൻ എന്ന് പറയുന്ന മനുഷ്യർ, അല്ലെങ്കിൽ ഈ കൊങ്കിണി ബ്രാഹ്മണന്മാർ പോലും, അവരെ പോലും സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത് വെജിറ്റേറിയൻസ് ആയിട്ടാണെങ്കിൽ പോലും അവർ വെജിറ്റേറിയൻസ് അല്ല, അവർ പെസ്കോ വെജിറ്റേറിയൻസ്, അതായത് നമ്മുടെ മത്സ്യങ്ങൾ കഴിക്കുന്ന വെജിറ്റേറിയൻസ് ആണ്. അങ്ങനൊരു വെജിറ്റേറിയൻസ് ഉണ്ട്. വെജിറ്റേറിയൻസ് തന്നെ പല തരത്തിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ പട്ടോല തന്നെ പറയുന്ന ആൾക്കാരുണ്ട്, ഉള്ളിയും ഇതൊന്നും കഴിക്കാതെ പ്യുവർ വെജിറ്റേറിയൻസ്, ഉള്ളി വെളുത്തുള്ളി ഒന്നും കഴിക്കില്ല. പിന്നെ അതൊക്കെ കഴിക്കുന്ന വെജിറ്റേറിയൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ചില മാസങ്ങളിൽ ഇത് കഴിക്കാത്ത ആൾക്കാർ. അങ്ങനെ വെജിറ്റേറിയനിസത്തിന് തന്നെ പല ഡെഫിനിഷൻസും ഉണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇത് എനിക്കും ചിലപ്പോൾ അനുഭവം എന്നുള്ള ഒരു കാര്യമാണ്. ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ ഒരു പരിപാടിക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന വെള്ളച്ചോറ് മാത്രം കഴിക്കും. ചില ആൾക്കാർ വന്ന് ചിക്കൻ ബിരിയാണിയിലെ റൈസ് മാത്രം കഴിക്കും. ചിലവർ അതിനകത്ത് ഇത്തിരി ചാറ് വന്നാൽ കുഴപ്പമില്ല. വേറെ ചിലർക്ക് അതും പറ്റില്ല. ചിലർ കഴിക്കുകയില്ല. ഇങ്ങനെ പലതരത്തിലുള്ള വെജിറ്റേറിയൻസിനെ നമുക്കറിയാം. പക്ഷേ ഈ പൊതുവെ ഇപ്പോൾ ഈ പറയുന്ന കൊങ്കിണി എന്ന് പറയുന്ന ബ്രാഹ്മണന്മാർ പലപ്പോഴും അവർ മീൻ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ കുറവാണെങ്കിലും നമ്മുടെ കാനറ കോസ്റ്റിലുള്ള ഒരുപാട് ആളുകൾ അവർ വീട്ടിൽ തന്നെയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അതിനവർ അവരുടേതായിട്ടുള്ള ഒരു മിത്തൊക്കെ ഉണ്ടാക്കും. ഞങ്ങൾ പണ്ട് സാരസ്വത, ഗൗഡ സാരസ്വത ബ്രാഹ്മണർ എന്നാണ് പറയുന്നത്. അപ്പോൾ സാരസ്വത നദിയുടെ തീരത്ത് താമസിച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ സാരസ്വത നദി വറ്റിപ്പോയി. അപ്പോൾ പിന്നെ കിട്ടാൻ വേറെ മാർഗ്ഗമില്ലാതായിപ്പോയി. അങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം അവരോട് പറഞ്ഞു, ഇത് ജലപുഷ്പമാണ്, നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ സമുദ്രഫലമാണ്, നിങ്ങൾക്ക് കഴിക്കാം എന്ന് ഞങ്ങൾക്ക് മാത്രം അനുവദിച്ച് തന്നിട്ടുണ്ട് എന്നുള്ള ചില മിത്തുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ കഴിക്കുന്നത്. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത്, അതായത് ഈ പറയുന്ന മംഗലാപുരം, ഉടുപ്പി, അതേപോലെയുള്ള കുന്താപുര, ആ കാനറ കോസ്റ്റിൽ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന മത്സ്യമായതുകൊണ്ട് അവർ കഴിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അവരതിനെ ഈ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അടുത്തയിലേക്ക് നമുക്ക് അതുപോലെ തന്നെ ഇന്ത്യൻ അടുക്കളകളിൽ മാത്രം കാണുന്ന ഒരു സാധനമായിട്ടാണ് അദ്ദേഹം ഈ പക്കട് എന്ന് പറയുന്ന സാധനത്തിനെ പറയുന്നത്. ഈ പക്കട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചവണ, ചിംട്ട എന്നൊക്കെ പറയുന്ന ഒരു സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ചിമിട്ട പോലും സാർവത്രികമായിട്ട് വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ എന്നാണ് പട്ടോല പറയുന്നത്. കാരണം പണ്ടൊക്കെ അവർ എന്താണ് ഈ സ്ത്രീകൾ തന്നെ അവരുടെ സാരി തലപ്പുകൊണ്ടാണ് ഈ ചൂടുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റിക്കൊണ്ടിരുന്നത്. ഇത് ഒരു മെറ്റലിൻ്റെ ഒരു സാധനം കൊണ്ട് ഇതിനെ പിടിച്ച് മാറ്റാമെന്ന് പറഞ്ഞ സംഗതികൾ വരുന്നത് വളരെ വൈകിയാണ്. അതിലും ഈ പറഞ്ഞ പോലെ അപ്പം നിങ്ങളുടെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത് മുതൽ അത് ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് മുതൽ അതുണ്ടാക്കുന്ന രീതിയും അത് വിളമ്പുന്ന രീതിയും അത് കഴിക്കുന്ന രീതിയിലും വരെ നിങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പശ്ചാത്തലങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്ലൈഡ് കൊണ്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കേവലമായി സാമൂഹ്യ സാമ്പത്തിക കാര്യങ്ങളായിട്ട് മാത്രമല്ല പ്രവർത്തിക്കുന്നത്, ഇതൊരു ബ്രാഹ്മണിക്കൽ പത്രിയാർക്കി കൂടി ഇതിനകത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇന്ത്യൻ വീടുകളിൽ സാധാരണഗതിയിൽ നമുക്കറിയാം അത് സ്ത്രീകളുടെ ജോലിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇവിടെ ആ സ്ത്രീകളെ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാത്തതിൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന വിധത്തിന് വരെ ഭക്ഷണത്തിനല്ല, ഭക്ഷണം ഉണ്ടാക്കുന്ന വിധങ്ങൾക്ക് വരെ പ്രാധാന്യമുണ്ട് എന്ന് സാധു പട്ടേലയും അതുപോലെ തന്നെ ഈ രവികാന്ത് കൃഷ്ണയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് വെജിറ്റേറിയൻ ആയിക്കോട്ടെ നോൺ വെജിറ്റേറിയൻ ആയിക്കോട്ടെ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇല്ലേ. ഒരു പെരുന്നാളിന് ഒരു മുസ്ലിം വീടുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ നോമ്പ് തുറക്കി പോയി കഴിഞ്ഞാൽ പോലും അവിടെ എത്രത്തോളം പലഹാരങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് സ്ത്രീകൾ കൂടി അടിച്ചമർത്തുന്ന രീതിയിൽ ഒരു ബ്രാഹ്മണിക്കൽ പത്രിയാർക്കി രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ചില കണക്കുകൾ നമുക്കറിയാം. ഇന്ത്യയിൽ 2022 വന്നിട്ടുള്ളത് ഏറ്റവും കുറവ് ലോവസ്റ്റ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഉള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോവസ്റ്റ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനാണ് ഇന്ത്യക്കുള്ളത്. 2022 കണക്കുകളാണ്. അപ്പോൾ എന്താണ് ഭക്ഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേവലം ഭക്ഷണമല്ല എന്നാണ് ഉത്തരം. അതിന് നമ്മുടെ സമൂഹത്തിൻ്റെയും സാമ്പത്തികാവസ്ഥയുടെയും അതിൽ നിന്ന് ഉയർന്നു വരികയും അതുപോലെ തന്നെ അതിനെ സൃഷ്ടിക്കാനും കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഫുഡ് നമ്മൾ പറയുമ്പോൾ തന്നെ ഭക്ഷണ സംസ്കാരം എന്നൊക്കെയാണ് പറയുക, അല്ല ഫുഡ് കൾച്ചർ. അപ്പോൾ ഈ ഫുഡ് കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷെയർ ഹാബിറ്റ്സ് ആണ്, ചില കസ്റ്റംസ്, ചില ബിലീഫ് സിസ്റ്റങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിൽ നമുക്ക് ഭക്ഷണത്തെ അല്ലെങ്കിൽ ജാതിയെ അല്ലെങ്കിൽ ഈ സാമൂഹ്യ അവസ്ഥകളെ അടയാളപ്പെടുത്താനോ വേർതിരിക്കാനോ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു 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 ചെറിയ ഇത് ഇദ്ദേഹം പറയുന്നുണ്ട്, സാധു പട്ടോല പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവർണരായ മനുഷ്യർക്ക് ഈ കായം, റോക്ക് സോൾട്ട്, പഞ്ചസാര, പുളി തുടങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഉപയോഗിക്കാനും ഒക്കെ എളുപ്പം സാധിക്കും. അപ്പോൾ അവരുടെ ഭക്ഷണങ്ങളിൽ ഇത് കൂടുതൽ ആഡ് ചെയ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? കൊള്ളില്ലാത്തൊരു ഭക്ഷണത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുക കായം ചേർക്കാത്ത ഭക്ഷണം, അല്ലെങ്കിൽ എന്താണ് ഉപ്പില്ലാത്ത ഭക്ഷണം. അതായത് നമ്മൾ ഇവിടെ സാധാരണ ചാത്തൻ കളർ എന്നൊക്കെ പറയുന്ന പോലെ അതിശയപാർഹമായി അവർ ചൂണ്ടിക്കാണിക്കാൻ ഭക്ഷണം വെച്ച് ഉപയോഗിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. തിരിച്ചും സംഭവിക്കാറുണ്ട്. കാരണം എന്താണ്? ഇവർ വലിയ പണിയൊന്നും എടുക്കാത്ത മനുഷ്യന്മാരാണ് ഈ സവർണരായ മനുഷ്യന്മാർ. അപ്പോൾ ഈ ദളിതരായിട്ടുള്ള ഈ മനുഷ്യന്മാർ ജോലിയൊക്കെ എടുത്തു വരുമ്പോൾ അവർക്ക് ഇതൊന്നും ഇല്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ഈ അധിക്ഷേപവും കേട്ട് ഇത് പറയുമ്പോൾ അവർ തിരിച്ച് കളിയാക്കാറുണ്ട്. കാരണം അന്ന് പൊതുവെ വിശ്വസിച്ചിരുന്നത് ഈ റോക്ക് സോൾട്ട്, കായം തുടങ്ങിയ ഗ്യാസ് ട്രബിളിന് പറ്റിയ മരുന്നുകളാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ തിരിച്ച് പറയുന്നത് ഈ സവർണർ വെറുതെ ഇരിക്കുന്ന കാരണം അവർക്ക് ഗ്യാസ് പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഈ സാധനങ്ങൾ ചേർക്കണതെന്ന് തിരിച്ചും അധിക്ഷേപാർഹമായിട്ടും ഒക്കെ അവരും പറയാറുണ്ട്. ചുരുക്കത്തിൽ പട്ടോല പറയുന്ന ഒരു കാര്യം, ഇത് വേർതിരിവുണ്ടാക്കാൻ വേണ്ടി കൃത്യമായി അത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അതിന് പകരം ഈ എന്താണ് അഭംഗില ഒരു വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കഴുത പാല് തന്നാലും പശുവിനെ പോലെ ആകുമോ എന്ന് തുക്കാറാം ചോദിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരിക്കലും കഴുതപ്പാല് പശുവിൻ്റെ പാലിന് തുല്യമാവില്ല. ഇപ്പോൾ പശുവിൻ്റെ പാല് തന്നെ കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നു എങ്കിൽ പിന്നെ കഴുതപ്പാലും പശുവിൻ്റെ പാലും ഒട്ടകപ്പാലും ഒക്കെ അതിലേതെങ്കിലും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷെ അത് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തിനാണ്? ഒരു വേർതിരിവ് അവിടെയുണ്ട്. ആ രണ്ട്
എന്താ പറയുക, വേറെ വേറെ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം വെച്ചിട്ട് മനുഷ്യരെ വേർതിരിക്കുക. അത് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ തന്നെ വേണമെന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് തരം ഭക്ഷണം വെച്ചിട്ടും അതിനെ വേർതിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ ബ്രാഹ്മണിക്കൽ പത്രിയാർക്കി ഒരു വീടുകളിൽ ഈ പറയുന്ന ഭക്ഷണത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദിവസങ്ങളിൽ ചില പ്രത്യേക ഭക്ഷണങ്ങൾ വെക്കുക എന്നുള്ളതാണ്. എല്ലാ സമുദായങ്ങളിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ചില ദിവസങ്ങളിൽ ചില പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ജനിച്ച സമുദായത്തിലുള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞ, ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ പത്രോടെ എന്ന് പറയുന്ന ഒരു സാധനം. ഇത് ഈ ചേമ്പ് ഇല കൊണ്ടുണ്ടാക്കുന്ന, താളില കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇത് കുറച്ച് എഫേർട്ടുള്ള ഒരു സാധനമാണ്. താളില പോയി പറിക്കണം, അത് തന്നെ കൊതുകടിയെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനുശേഷം അതിൻ്റെ നാരുകൾ മുഴുവൻ കളയണം, ചെറിയ പണിയല്ല. അതിനുശേഷം അതിനു മുമ്പേ അരി വെള്ളത്തിലിട്ട് ആ അരി മുളകൊക്കെ ചേർത്ത് അരച്ച് അതെടുത്തിട്ട് ഈ താളയിലയിൽ തേച്ച് താളല മടക്കി ഇത് വേവിക്കും. നമ്മുടെ ഇവിടെയൊക്കെ ഏകദേശം അത്രയാകുമ്പോൾ തന്നെ പിന്നെ അത് വല്ല വെളിച്ചെണ്ണ മുക്കിയോ ഒക്കെ കഴിക്കും. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാനറ കോസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള കൊങ്ങിണി സമുദായങ്ങൾ ഇത് അവിടെ വെച്ച് തീർക്കില്ല. ഇത് സ്റ്റീം ചെയ്തെടുത്തിട്ട് അതിനെ പീസാക്കും, എന്നിട്ട് അതിനെ വറക്കും, എന്നിട്ടാണ് കഴിക്കുക. അപ്പോൾ എത്ര ജോലി അതിനകത്ത് വന്നു എന്ന് നമ്മൾ നോക്കി അറിയാൻ പറ്റും. അതേപോലെ വേറൊരു സാധനമാണ് ഈ കൊട്ടയിട്ടു എന്ന് പറയുന്ന ഒരു സാധനം. കൊട്ട എന്ന് പറഞ്ഞാൽ കൊട്ട എന്നുള്ള അർത്ഥത്തിലാണ്. അത് ഈ പ്ലാവില കൊണ്ട് കൊട്ട പോലെ ഉണ്ടാക്കും. ആലോചിക്കുക, നമുക്ക് വെറുതെ അതിൻ്റെ ഉപയോഗിക്കുന്ന ഇഡ്ഡലിയുടെ മാവ് തന്നെയാണ്. ആ മാവ് നമ്മൾ നേരെ ഇഡ്ഡലി പാത്രത്തിലിട്ട് വേവിച്ചാൽ മതി. പക്ഷേ അങ്ങനെയല്ല, അതൊരു പ്രത്യേക ദിവസമാണ് ഉണ്ടാക്കുക. ആവിനവിട്ടം പോലെയുള്ള പ്രത്യേക ദിവസങ്ങളിൽ ഈ ഇലകളൊക്കെ ഇങ്ങനെ ചേർന്നാൽ ഒരേപോലെയുള്ള പ്ലാവിലകളെടുത്ത് അത് പ്രത്യേക രീതിയിൽ കോർത്ത്, ഈർക്കിലി കൊണ്ട് കോർത്ത് അതൊരു കൊട്ട പോലെയാക്കി അതിനകത്തേക്ക് മാവൊഴിച്ച് അത് വേവിക്കുക. അപ്പോൾ ചെറിയ പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടി. അതുപോലെ റൊണ്ടോസ എന്ന് പറയുന്ന ഒരു സംഗതി, സംഭവം നമ്മുടെ അരിപ്പത്തിരി, നെയ്പത്തിരി എന്നൊക്കെ പറയുന്നൊരു സംഗതി തന്നെയാണ്. അരി വെച്ചുണ്ടാക്കിയ പൂരി പോലെയുള്ള ഒരു സാധനം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായി ഈ സാധനം ഫുഡ് തന്നെ ഉണ്ടാക്കുമ്പോൾ വരുന്ന സമയം, അതിനുവേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സാധാരണ ഒരു ജോലിക്ക് പോകുന്ന ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇതുപോലെ ഒരുപാട് റെസിപ്പികളെ കുറിച്ച് അഭിജിത്ത് ബാനർജി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വർക്കിംഗ് വുമൺ എന്ന് പറയുന്നൊരു ചാപ്റ്റർ തന്നെയുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, പലവർക്കും മീറ്റ് ചെയ്യാൻ പറ്റില്ല ഇത്. കാരണം ഇത് ചെയ്യാൻ പറ്റുമോ, എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു പണി പോലെ അല്ലല്ലോ അത്. അപ്പോൾ ഇതൊരു ഈ രീതിയിൽ കൂടി, അതായത് ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി കൂടിയിട്ടാണ് ഭക്ഷണം വഴിയുള്ള ഒരു ബ്രാഹ്മണിക പുരുഷാധിപത്യം നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇത് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഭക്ഷണം തന്നെ, ഇപ്പോൾ പത്രോടെ എന്ന് പറയുന്ന ഒരു ഭക്ഷണം, ഈ ഭക്ഷണത്തിൻ്റെ അല്ലാതെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഉണ്ടാക്കുന്നതിലെ വ്യത്യസ്തത കൊണ്ട് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതുവഴി ഈ ജാതിയുടെ ഒരു സാധനം വരുത്തുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയാണ് അത് നിലനിർത്തുന്നത് എന്ന് വെച്ചാൽ, ബൈ പ്രിസർവിങ് ദ ട്രഡീഷണൽ വേ ഓഫ് കുക്കിംഗ്. അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള, നമ്മുടെ പാരമ്പര്യ രീതിയിലുള്ള കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകം ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്കറിയാം. അമ്മിയിൽ അരച്ച ചമ്മന്തി വളരെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ് അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ സിനിമയിലൊക്കെ പറയുന്ന പോലെ ചോറ് മാത്രം പ്രഷർ കുക്കറിൽ വെക്കരുത്, അല്ല ചോറ് മാത്രം അടുപ്പിൽ വെക്കണേ എന്ന് പറയുമ്പോൾ, ഈ ചോറ് എന്തിൽ വെച്ചാലും ചോറ് വേവുക എന്നുള്ളതാണല്ലോ. പക്ഷെ അതിനെ മാറി നിർത്തിയിട്ട് എന്താ പറയുന്ന, അത് ഇന്ന രീതിയിൽ തന്നെ ചെയ്താലേ, അമ്മിയിൽ അരച്ചാൽ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക, പ്രഷർ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചോറിന് പ്രശ്നം, അല്ലെങ്കിൽ ചോറിന് ആ ടേസ്റ്റ് ഉണ്ടാവില്ല തുടങ്ങിയ വാദങ്ങളിലൂടെയും ആ വേ ഓഫ് കുക്കിങ്ങിനെയും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കുന്ന, ട്രഡീഷണലായിട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ നമ്മൾ പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിൽ പണ്ട് നിലനിന്നിരുന്ന ഒരു ജാതി ബോധത്തെ തന്നെയാണ് എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണമായിട്ട് മറ്റൊരു സ്ഥലത്ത് ഈ രവികാന്ത് കൃഷ്ണ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 80s 90s നടന്നൊരു കാര്യമാണ്, നടന്ന സംഭവമാണ്. അവർ ആ സമയത്താണ് TTK എന്ന് പറയുന്ന ഒരു കമ്പനി പ്രസ്റ്റീജ് എന്ന് പറയുന്ന പ്രഷർ കുക്കർ നമുക്കിവിടെ കൊണ്ടുവരുന്നത്. ഈ പ്രസ്റ്റീജ് കൊണ്ടുവന്നപ്പോൾ അവരാദ്യം ചെയ്ത പരസ്യം, ആദ്യം കാണുന്ന പരസ്യമാണ്. അവർ അതിനകത്ത് എഴുതിയത്, ഒരു സ്ത്രീ ഇങ്ങനെ തലക്ക് കൈയൊക്കെ വെച്ചിരിക്കുന്നു, അവർ പാചകം ചെയ്യുന്നു, സമയം കിട്ടുന്നില്ല. അടുത്ത തന്നെ ഒരു സ്ത്രീ നിൽക്കുന്നു, ഒരു പ്രഷർ കുക്കർ വയ്ക്കുന്നു, പ്രഷർ കുക്കർ വെച്ച് വേഗം ജോലി ചെയ്ത് തീർത്തു. അപ്പോൾ
എന്താ പറയുക, സ്ത്രീകളുടെ ജോലി വേഗം തീരുന്ന ഒരു യന്ത്രമായിട്ടാണ് അവർ പ്രസ്റ്റീജ് കുക്കറിനെ ആദ്യം ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷേ അവർ തന്നെ പറയുന്ന അത് വർക്കൗട്ടായില്ല. ആ വർക്കൗട്ട് ആവാത്തതിന് കാരണം പുരുഷന്മാരല്ല സ്ത്രീകളായിരുന്നു എന്നാണ് പറഞ്ഞത്. സ്ത്രീകളെ കുറ്റം പറയാൻ വേണ്ടി പറയല്ല. ഈ പുരുഷാധിപത്യത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് വെളുപ്പം പണി തീർക്കുന്നത് എന്തോ ചീത്ത കാര്യമാണെന്ന് അന്നത്തെ വീട്ടമ്മമാർ, കാരണം അവർക്ക് വേറെ ജോലിയൊന്നുമില്ല, അവർക്കൊരു ജോലിയില്ല, അപ്പോൾ അവർക്ക് എത്ര നേരം വേണമെങ്കിലും കുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അവർ ഈ കുക്കറിനോട് ഒരു ആഭിമുഖ്യവും കാണിച്ചില്ല, കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതിനുശേഷം സംഭവിച്ചത് എന്താണ്, ഇവരിതിനെ റീഇൻവെൻറ്റ് ചെയ്തു, ഈ പരസ്യം മാറ്റി. അവർ ഈ സ്ത്രീകളെ പിടിക്കുന്നതിന് പകരം പുരുഷന്മാരെ പിടിച്ചു. എന്നിട്ട് അവരെന്താ പറഞ്ഞത്, ഇഫ് യു ട്രൂലി ലവ് യുവർ വൈഫ് ഹൗ ക്യാൻ യു റിഫ്യൂസ് ടു ഗെറ്റ് ഹെർ എ പ്രിസ്റ്റേജ്, അഗർ ബീവി സെ കരെ പ്യാർ തോ പ്രസ്റ്റീജ് സെ കേസേ കരെ ഇൻകാർ എന്നായിരുന്നു ആ പരസ്യത്തിൻ്റെ ടാഗ് ലൈൻ. പ്രസ്റ്റീജ് ഇന്ന് പ്രസ്റ്റീജ് അല്ല, എല്ലാ കുക്കറുകളും ഇന്ന് പല വീടുകളിലും ഉണ്ട്, ഇല്ലേ? ഇത് സ്വീകരിക്കപ്പെട്ടു. കാരണം അത് നമ്മളുടെ ഒരു എന്താ പറയുക, ആ ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു മനോഭാവത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഈ വേ ഓഫ് കുക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. അതുകൊണ്ട് തന്നെ മൈക്രോവേവ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഫ്രിഡ്ജ് വന്ന കാലത്ത് നമുക്ക് ഫ്രിഡ്ജ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മൈക്രോവേവ് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഴി നേടുന്ന വേറൊരു സാധനമാണ് എയർ ഫ്രയർ. എയർ ഫ്രയർ ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടാണ് പറയുന്നത്. അത് കാരണം എന്താ, ഇതിനകത്ത് എണ്ണ ഉപയോഗിക്കാതെ പാചകം ചെയ്യാം എന്നുള്ളതാണ്. എനിവേ ഞാനത് സൂചിപ്പിച്ചതെന്നുള്ളൂ. ഒരു രീതിയിൽ ഈ ട്രഡീഷണൽ വേ ഓഫ് കുക്കിംഗ് എന്ന് പറയുന്നത് പ്രിസർവ് ചെയ്യണം എന്നുള്ള ഒരു ബോധം എന്തുകൊണ്ടോ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതും നമ്മുടെ ഈ സാമൂഹിക ഘടന നിലനിർത്താൻ വേണ്ടി ഉപയോഗപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ബൈ പ്രിസർവിങ് ദ ട്രഡീഷണൽ വേ ഓഫ് ഈറ്റിംഗ്. ഇനി ഭക്ഷണം ഉണ്ടാക്കിയാൽ പോരാ, അത് കഴിക്കുമ്പോഴും അത് വിളമ്പുമ്പോഴും ചില ട്രഡീഷണൽ മാർഗങ്ങൾ, അതായത് കഞ്ഞി ഉണ്ടാക്കിയാൽ പോരാ, അത് ചട്ടിയിൽ വിളമ്പണം. അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. കഞ്ഞി ഉണ്ടാക്കിയാൽ പോരാ, ചട്ടിയിൽ വിളമ്പണം. വെറും ചട്ടിയിൽ വിളമ്പിയാൽ പോരാ, അത് പ്ലാവില കൊണ്ട് കോരി തിന്നണം. അങ്ങനെയാണ് നമ്മൾ പരസ്യം ചെയ്യുന്നത്. അത് സമാനമായി ചട്ടിച്ചോറ് എന്ന് പറഞ്ഞാൽ പ്രതിഭാസം കുറച്ചാൾ മുമ്പ്, പണ്ടൊക്കെ വെച്ചാൽ കറി വറ്റിയ ചട്ടിയിൽ ചോറ് പെരുക്കി തിന്നുന്നതാണ് ചട്ടിച്ചോറ്. ഇന്നത് വിഭവസമൃദ്ധമായ ഒരു സാധനമായി മാറി. അപ്പോൾ എന്താണ് ഈ ട്രഡീഷണൽ വേ ഓഫ് ഈറ്റിംഗ് എന്ന് പറയുന്നത്? അതായത് പണ്ട് നമ്മൾ എന്തൊക്കെയോ കണ്ടു വന്നിട്ടുണ്ട്. അത് നമ്മൾ പണ്ട് എപ്പോഴോ നമ്മൾ ഇത്തിരി ചോറ് ചട്ടിയിലിട്ട് അവസാനത്തെ കറി കൂടി നക്കി വെച്ചടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇന്ന് ചട്ടിച്ചോറ് മേടിച്ച് കഴിക്കുന്നത്. അത് വളരെ വിഭവസമൃദ്ധമായ ചട്ടിച്ചോറ്. അപ്പോൾ അവർ പറയുന്നൊരു പോയിൻ്റ് എന്താ വെച്ചാൽ, ട്രഡീഷണൽ വേ ഓഫ് ഈറ്റിംഗ് എന്ന് പറയുന്നത് വഴിയും എന്ത് ചെയ്യുന്നുണ്ട്, ആ പഴയ സോഷ്യൽ സ്ട്രക്ചറിലേക്ക് നമുക്ക് ഒന്ന് പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് തോന്നുന്നത്, കൃഷ്ണകുമാറിന് തോന്നുന്നത്, ഒരു കുഴി കുത്തി അതിനകത്തൊരു വാഴയില ഇട്ടിട്ട് അതിനകത്തേക്ക് ഇത്തിരി കഞ്ഞി ഒഴിച്ചിട്ട് അതിങ്ങനെ പട്ടി കുടിക്കണ പോലെ കുടിച്ചാൽ എന്താണ് വളരെ രസകരമായ ഒരു സമയം. അത് ഞാൻ ആസ്വദിച്ചു എന്നാണ് അദ്ദേഹം പറയണത്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ അത് കുടിച്ചിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ അത് ആ പറയിക്കുന്ന മനോഭാവം, അതിനെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. അല്ല അങ്ങനെ ഇത് കുടിച്ചില്ല എന്നുള്ളതല്ല. അപ്പോൾ ഇതും ഒരു വേ ഓഫ് എന്താ പറയുക, ട്രഡീഷണൽ വേ ഓഫ് ഈറ്റിങ്ങിനെ. ഇലയൂണ് വേറൊരു സംഗതിയാണ്. ഇലയിൽ വിളമ്പിയാലും പാത്രത്തിൽ വിളമ്പിയാലും അടിസ്ഥാനപരമായ സാധനം തന്നെയാണ്. പക്ഷെ എന്താ കാര്യം, ഇലയിൽ വിളമ്പും. ഈ വിവേകാനന്ദൻ ഇലയിൽ ഉണ്ണുന്നതിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ അവിടെ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പാവപ്പെട്ട ഗ്രഹങ്ങളായിരിക്കും, അവിടെ ചാണകം മെഴുകിയ തറകളായിരിക്കും, അതിന് മുകളിൽ ഇല വിരിച്ച് ആ ഇല തുടച്ച് അതിൽ നമ്മൾ ഭക്ഷണം വിളമ്പി കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇല കീറും. ഈ വിവേകാനന്ദൻ പറഞ്ഞ കാര്യം കേട്ടോ ഞാനീ പറയണേ. ഈ ഇല കീറുമ്പോൾ ചിലപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ചാണകം കൂടി നമ്മളുടെ, അതായത് ഇല കീറി കഴിഞ്ഞാൽ പിന്നെ ആ ഭക്ഷണം എടുക്കുന്ന കൂട്ടത്തിൽ ചാണകവും കൂടി കയറി വരികയും അത് നമ്മുടെ വയറിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം, ആ സുഖം വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ എഴുതി വെച്ചേക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. ആ ഒരു ഈ ആരാണ് ഇലയിട്ട് ഉണ്ണുന്നത്, ആ കാലത്തിൽ ഇലയിട്ട് ഉണ്ടോണ്ടിരുന്നത് നമുക്കറിയാം. പക്ഷെ ഇന്ന് നമുക്ക് ഇലയൂണും എന്തോ ഭയങ്കര സംഭവമാണ് എന്ന് പറയാതെ വയ്യ. പിന്നെ എന്താണ്, പിന്നെയുള്ളത് കൾച്ചറലി അപ്രോപ്രിയേറ്റിംഗ് ഫുഡ്. ഓരോ ഭക്ഷണത്തെയും നിലനിൽക്കുന്ന സാമൂഹിക ഘടനയ്ക്ക് പറ്റുന്ന രീതിയിലാക്കി മാറ്റുക. ഇല്ലേ, ചൈനക്കാർ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സാധനമാണ് ചില്ലി ഇഡ്ഡലി.
കേട്ടിട്ടുണ്ടോ? ചില്ലി ഇഡ്ഡലി സാധാരണ കടകളിൽ കിട്ടില്ല. അന്നപൂർണ, ശരവണ, അതുപോലെയുള്ള പ്യുവർ വെജ് സ്ഥലങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ്. അതായത് നമ്മളുടെ ഇഡ്ഡലിയും ചില്ലി ചിക്കൻ എന്ന് പറയുന്നതിൻ്റെ രീതിയിൽ തയ്യാറാക്കുക. അങ്ങനെ ചില്ലി ഇഡ്ഡലി ചില്ലി പൊറോട്ട വേറെ ഉണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഇതൊരു ഇൻഡോ ചൈനീസ് ഫുഡാണെന്നാണ് പറയണത്. ഇൻഡോ ചൈനീസ് അല്ല, ഇതൊരു സവർണ ഇൻഡോ ചൈനീസ് ഫുഡാണ്. കാരണം ഇത് സാധാരണ നമ്മുടെ കടകളിൽ കിട്ടുന്നില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്യൂർ വെജ് കഴിക്കുന്ന കടകളിൽ മാത്രം കിട്ടുന്നൊരു സാധനമാണ് ചില്ലി ഇഡ്ഡലി. അതുപോലെ അപ്പോൾ അതൊരു കാര്യമാണ്. അതേപോലെയുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങൾ ആധിപത്യം നിലനിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ പനീർ ഉപയോഗിച്ചിട്ടാണ്. പിസ്സ എന്താ പറയുക, പനീർ പിസ്സ, അല്ല പനീർ പാസ്റ്റ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഫുഡാണ്. അതിൻ്റെ കൂടെ പനീറും കൂടി ചേർത്ത് ഒരു പുതിയ സാധനം ഉണ്ടാക്കി. അല്ലെങ്കിൽ പിസ്സയുടെ കൂടെ ഇൻഡോ ഇറ്റാലിയൻ വെജ് പിസ്സ. അപ്പോൾ എന്ത് പുതിയ ഒരു സാധനം സംസ്കാരത്തിലേക്ക് വരുമ്പോഴും അതിന് സ്വീകാര്യത ലഭിക്കുന്നുണ്ടെങ്കിൽ, കാരണം നമുക്കറിയാം ഒരു 10 കൊല്ലം മുമ്പ് ഇവിടെ ഇല്ലാത്ത അത്രയും പിസ്സ വിൽക്കുന്ന സ്ഥാപനങ്ങൾ, അതും അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ നമ്മളുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് കിട്ടുന്ന ഒരു പിസ്സ നിങ്ങൾ കഴിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, അതിന് കിട്ടുന്ന ഒരു സ്വീകാര്യതയാണ് അത് കാണിക്കുന്നത്. ആ സ്വീകാര്യതയെ എങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റും. അതിന് ഈ പറയുന്ന വലിയ വലിയ കമ്പനികൾ പോലും വഴങ്ങുന്നു എന്നുള്ളതും കാണാൻ പറ്റും. അതുകൊണ്ട് എന്തു പറ്റും? ഡോമിനോസ് പിസ്സ നവരാത്രി പിസ്സ ഇറക്കും. ഡോമിനോസ് പിസ്സ നോർത്ത് ഇന്ത്യയിൽ നവരാത്രി പിസ്സ എന്ന് പറഞ്ഞിട്ടൊരു പിസ്സ ഇറക്കി. എൻ്റെ പരസ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ പ്രത്യേകത? നവരാത്രിക്ക് സാധാരണഗതിയിൽ അന്നം കഴിക്കില്ല, ചില ആൾക്കാർ കഴിക്കില്ല അന്നം. ഗോതമ്പ്, നമ്മളിവിടെ അന്നം, അവിടെ ഗോതമ്പ് കഴിക്കില്ല. അപ്പോൾ ഇവരെന്താ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗരി എന്ന് പറയുന്ന ഒരു സാധനം, സാബുദാന എന്ന് പറയുന്ന ഒരു സാധനം, അതായത് നമ്മുടെ കപ്പയിൽ നിന്നുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് വെച്ചിട്ട് പിസ്സയുടെ ബേസ് ഉണ്ടാക്കി. എന്നിട്ട് അതിലേക്ക് മറ്റ് ചില പനീർ അതുപോലെയുള്ള കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു നവരാത്രി പിസ്സ ഉണ്ടാക്കി. ഭയങ്കരമായി എന്താ സംഭവിച്ചത്, ക്ലിക്കായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പിസ്സ ആയിട്ട് കഴിക്കാം, അപ്പോൾ എളുപ്പം ഓർഡർ ചെയ്താൽ മതി, പിസ്സ വരും. രണ്ടാമത്തെ കാര്യം, നവരാത്രിയുടെ വ്രതങ്ങളൊന്നും തെറ്റില്ല. അപ്പോൾ ഈ രീതിയിൽ എന്താ പറ്റുന്നത് മനസ്സിലാക്കേണ്ടത്, വെജിറ്റേറിയൻ എന്ന് സ്വയം പറയുന്ന വെറും 20% മാത്രമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ എന്താ പറയുക, ഒണിയൻ ഇടാത്ത, ഗാർലിക് ഇടാത്ത, കോമൺ സോൾട്ട് ഇടാത്ത പിസ്സ ഡോമിനോസ് ഉണ്ടാക്കിയതാണ്. അത് അവിടുത്തെ, കാരണം പൊതുവെ ശ്രാവണ മാസങ്ങളിൽ, അതായത് ഈ ചാതുർമാസം എന്ന് പറയുന്ന ജൂലൈ തൊട്ട് സെപ്റ്റംബർ, ഒക്ടോബർ അല്ലെങ്കിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലൊന്നും നോർത്ത് ഇന്ത്യയിൽ മാംസാഹാരങ്ങൾ പൊതുവെ കഴിക്കില്ല, പ്രത്യേകിച്ച് ശ്രാവണ മാസത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈയിടെ ശ്രാവണ മാസത്തിൽ മാംസം വിറ്റു എന്നുള്ള പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, ഞാൻ പറഞ്ഞ പോയിന്റ് എത്രയേ ഉള്ളൂ, എങ്ങനെയാണോ അവർ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണോ അവരതിനെ അവരുടേതാക്കി മാറ്റുന്നത്. ഒരു പിസ്സ വന്നപ്പോൾ അത് നവരാത്രി പിസ്സ ഉണ്ടായി അതിനകത്തുനിന്ന്. അതുപോലെ തന്നെ എന്താ പറയുക, ഇറ്റാലിയൻ വെജ് പിസ്സ ഉണ്ടായി. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ആദ്യ കാലത്ത് ഷവർമ വരുമ്പോൾ വെജിറ്റേറിയൻ ഷവർമ ഉണ്ടായിരുന്നു. ഷവർമ എന്ന് പറയുന്നത് തന്നെ ചിക്കൻ കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ്, പക്ഷേ വെജിറ്റേറിയൻ ഷവർമ ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇത് ഒരു തരത്തിൽ ഇതിനെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറമെ നോക്കുമ്പോൾ ഒരു കുഴപ്പവും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇത് ചില ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു മൊത്തം പോളിസി മാറുകയാണ് എന്നുള്ളതാണ്. അതുകൂടാതെ ഇതിനൊരു ബ്രാൻഡ് വാല്യൂ സൃഷ്ടിക്കുക. ബ്രാൻഡ് വാല്യൂ സൃഷ്ടിക്കുന്നതിന് നമുക്ക് പല രീതികളിലും, അതായത് പഴയ സാധനം നല്ലതാണ്. ഇപ്പം ഞാൻ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ നാടൻ കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണ്. നാടൻ കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര താല്പര്യമുണ്ട്. ഈ നാടൻ കപ്പ എന്നുള്ള പ്രയോഗം തന്നെ നമ്മൾ നോക്കണം. കപ്പ ഇവിടെ വന്ന പോർച്ചുഗീസുകാർ വന്നേ പിന്നെ. പക്ഷെ നമ്മൾ നാടൻ കപ്പ, നാടൻ കഞ്ഞി, ഈ നാടൻ എന്ന് പറയുന്ന വാക്കിനെ, അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് കണ്ടാണ് കാത്തലിക് ചിക്കൻ.
അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് അച്ചായൻ വരട്ടിയ പോത്തിറച്ചി. ഒരു ഹോട്ടലിൻ്റെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് അച്ചായം വരട്ടിയ പോത്തിറച്ചി. ഇപ്പം അച്ചായം വരട്ടിയതുകൊണ്ട് പോത്തിറച്ചിക്ക് പ്രത്യേകിച്ച് സുഖമൊന്നും കിട്ടാനില്ലല്ലോ. പക്ഷെ ഇതൊരു ബ്രാൻഡിങ് ആണ്. അത് എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഊട്ടി ഉറപ്പിക്കുകയാണ്. ഈ ട്രോളുകളിലൊക്കെ കാണുമല്ലോ, അച്ചായം വരട്ടിയ പോത്തിറച്ചി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ ബംഗാളി നിന്നിട്ട് വരട്ടുകയാണ്. അപ്പം ഇതിനെ എന്താ ചെയ്യിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ഈ പറഞ്ഞ ട്രഡീഷണൽ വാല്യൂസിനെ, അതായത് നമ്മളുടെ പരമ്പരാഗതമായി നിൽക്കുന്ന വാല്യൂവിനെ നമ്മൾ ബ്രാൻഡഡ് ആക്കി മാറ്റുകയും ആ ബ്രാൻഡ് എല്ലാവരും ഏറ്റുപിടിക്കും, അത് സ്വാഭാവികമാണ്. അത് പിന്നീട് എന്താ സംഭവിക്കുക, ഒരു സോഷ്യൽ നോമായി, ഒരു സാമൂഹിക മര്യാദയായി മാറ്റുകയും ചെയ്യുകയാണ്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇനി എങ്ങാനും ആർക്കെങ്കിലും തോന്നുകയാണ് കുഴിക്കഞ്ഞി കുടിക്കുന്നത് ഒരു നല്ല കാര്യമാണെന്ന് കണ്ടാൽ, നമ്മൾ ഇന്നോവ കാറിലോ അല്ലെങ്കിൽ വല്ല മെഴ്സിഡസ് കാറിലോ വന്നിട്ട് ഒരു കുഴി കുത്തി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ആ കുഴിയൊക്കെ കുത്തി കിടക്കാൻ പാകത്തിന് ഒരു ബെഡ് ഒക്കെ ഇട്ട് വെച്ചാൽ എന്ത് ചെയ്യും, ആൾക്കാർ കുഴി കുത്തി കഞ്ഞി അതിനകത്ത് കുടിച്ച് കാശും കൊടുത്തിട്ട് പോകും. അങ്ങനെ പോകാനും നമുക്ക്, കാരണം അതാണ് ഇതിൻ്റെ രീതി എന്ന്, അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ ആ ഭക്ഷണം കൊണ്ട് വരുത്തുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ. ഞാനീ പറഞ്ഞൊക്കെ വെറും ഒരു 40-30 വർഷത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അവസാനത്തിലേക്ക് വരികയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്കാണ് പിന്നെയും പോകുന്നത്. ബ്രാഹ്മിൻസ് വെജിറ്റേറിയൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഒറ്റ ചോദ്യമുള്ളൂ, നോ, ബ്രാഹ്മിൻസ് വെജിറ്റേറിയൻസ് അല്ല. ഈ തെറ്റിദ്ധാരണ, അതായത് നമ്മൾ നേരത്തെ പറയുന്ന വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്ന് പറയുന്ന സാധനത്തിൽ കിടന്നിങ്ങനെ കളിക്കുക എന്നുള്ളതാണ് അവർക്കും താല്പര്യം. കാരണം ഞങ്ങൾ വെജിറ്റേറിയനെ കഴിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് സ്വന്തമായി ഒരു സംഭവമുണ്ട്, ഞങ്ങൾക്കത് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് കാണിക്കാൻ അത് നന്നായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ബ്രാഹ്മണൻ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കാറില്ല. കാരണം നിങ്ങൾ ഡയറി കഴിക്കുന്നുണ്ട്, നിങ്ങൾ അത്യാവശ്യം വേണമെങ്കിൽ മിക്കവാറും എല്ലാവരും മാസ്കേഡിങ് ആയിട്ട് കഴിക്കുന്നുണ്ട്, അറിയാതെ കഴിക്കുന്നുണ്ട്, പല രീതിയിൽ വെജിറ്റേറിയൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ ദേശി ഗീ എന്ന് പറയുന്ന, അതായത് പശുവിൽ നിന്നുണ്ടാക്കുന്ന, പാലിൽ നിന്നുണ്ടാക്കുന്ന നെയ്യിനേക്കാൾ വില കൂടുമായിരുന്നു ഈ പറയുന്ന ഡാൽഡയ്ക്ക്. കാരണം ഡാൽഡ എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഹൈഡ്രോജനേറ്റഡ് ഓയിലാണ്, അതായത് വെജിറ്റബിൾ ഓയിലാണ്. അത് 100% സസ്യങ്ങളിൽ നിന്ന് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് ഡാൽഡ. ആദ്യകാലത്ത് അതിനകത്ത് ഒരുപാട് ട്രാൻസ് ഫാറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ട്രാൻസ് ഫാറ്റൊക്കെ മാറി അത് ഹൈഡ്രോജനേറ്റ് ചെയ്ത് കണ്ടാൽ കൃത്യമായി എന്തുപോലെ ഇരിക്കുക, നമ്മുടെ നെയ്യ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഒരു ബ്രാഹ്മണരും അല്ലെങ്കിൽ ഒരു സവർണരും അല്പം കാശുള്ളവർ പോലും ഡാൽഡയാണോ എന്നാ ചോദിക്കുക, അല്ലെ ഡാൽഡയാണ് എന്നാ പറയാം. അതേസമയം നല്ല ഗീ മൈസൂർ പാക്കാണ് എന്ന് പറയും. കാരണം പശു നെയ്യിന് ചില ഇമ്പോർട്ടൻസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുണ്ടാകാനുള്ള കാരണം എന്താണെന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അപ്പോഴും ഇതെല്ലാം കഴിക്കുന്ന മനുഷ്യർ ധാർമ്മികമായി വെജിറ്റേറിയൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഏത് പോയിന്റിൽ വേണമെങ്കിലും ഇവരൊക്കെ തന്നെ നോൺ വെജ് ആകാൻ ഒരു മടിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പൈദോശ എന്ന് പറയുന്ന ഒരു കട. ഇവിടെ തൊട്ടടുത്ത് ഉണ്ട്, പലയിടത്തും ബ്രാഞ്ചുണ്ട്, അവർക്ക് പലയിടത്തും ബ്രാഞ്ചുണ്ട്. ഇവർ കൊങ്കണി സമുദായത്തിൽപ്പെട്ട മനുഷ്യന്മാരാണ്. ഇവർ 90കളിലാണ് ഇത് തുടങ്ങുന്നത്. ഈ കവിതയുടെ മുമ്പിലാണ് തുടങ്ങിയത്. ഞാനും പോയി കഴിച്ചിട്ടുണ്ട്. ഇവർ ചെയ്ത ഇവരുടെ കാര്യം വെച്ചാൽ ഇവരുടെ മെനുവിൽ മുട്ടയുണ്ട്. ഇവർ മെനുവിൽ മുട്ടയുണ്ട്, എഗ് ദോശ ഉണ്ടാക്കുന്നുണ്ട്, എഗ് പൊടി ദോശ. ഈ 108 തരം ദോശയൊക്കെ ഇവർ ഉണ്ടാക്കുന്നതിൽ ഞാൻ കാടമുട്ടയും താറാമുട്ടയും കോഴിമുട്ടയൊക്കെ മാറി മാറി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. വളരെ രസകരമായിട്ടുള്ള ആൾക്കാരാണെന്നറിയോ. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ കേക്ക് കഴിക്കില്ല, അതിൽ മുട്ട ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പൈസയിൽ പോയിട്ട് ആ ഓംലെറ്റ് ഇട്ട് അതേ കല്ലിൽ നെയ്റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കും. ഇനി തിരിച്ചുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ, കണ്ടതുകൊണ്ട് അത് കഴിക്കാതെ എന്നാൽ കേക്ക് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ സവർണർ എന്ന് പറയുന്ന ആൾക്കാർ, അവർ വെജിറ്റേറിയനിസം എന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന മനുഷ്യർ,
അവരുടെ സവർണത നിലനിർത്തേണ്ടി വരികയാണെങ്കിൽ, അവരുടെ ആധിപത്യം നിലനിർത്തേണ്ടി വരികയാണെങ്കിൽ ഒരു സംശയവുമില്ല അവർ ഇതെല്ലാം കഴിക്കാൻ തയ്യാറാവും. അതുകൊണ്ട് നമ്മൾ ഈ കുരുക്കിൽ പെട്ടുപോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം കൂടി, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ആദ്യം പറഞ്ഞത് നമ്മുടെ ഇന്ത്യ ഒരു വെജിറ്റേറിയൻ രാജ്യമാണെന്നുള്ളൊരു മിത്ത് നമ്മൾ എങ്കിലും പറയാതിരിക്കുക. 2, ഒരു മാസ്കേഡിങ് വെജിറ്റേറിയനിസമാണ് നമുക്കിവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. സവർണരടക്കം പക്ക വെജിറ്റേറിയൻസ് അല്ല. രണ്ടാമത്തത് എങ്ങനെ പല രീതിയിൽ, അതായത് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിൽ, ഭക്ഷണം പാചകം ചെയ്യുന്ന രീതിയിൽ, വിളമ്പുന്ന രീതിയിൽ, അതിനുപയോഗിക്കുന്ന സാധനങ്ങൾ രീതിയിൽ, ഈ രീതിയിലൊക്കെ പാരമ്പര്യമായ വാദങ്ങൾ, പാരമ്പര്യമായ രീതികൾ, ആ സാമൂഹിക ഘടനകളൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് വെറും വെജിറ്റേറിയനിസം എന്ന് പറയുന്നതല്ല മറുവഴി ജാതി, മറിച്ച് ഭക്ഷണം മൊത്തം ഒരു മറുവഴി ജാതി ഉണ്ടാക്കാനുള്ള ഒരു കാര്യമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചേക്കട്ടെ. നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യമാണ് താളിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യൻ ഫുഡിൽ തടുക്കുക അല്ലെങ്കിൽ താളിക്കുക എന്നുള്ളതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താളിക്കുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവേ മാംസാഹാരം നേരിട്ട് കഴിക്കാത്ത മനുഷ്യരായിരുന്നു. അതായത് സായിപ്പ് കഴിക്കണ പോലെ സ്റ്റീക്ക് ഉണ്ടാക്കിയോ അങ്ങനെ ഉള്ള ആളുകളായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ അഭിഷേക് ബാനർജി എന്ന് പറയുന്ന അദ്ദേഹം ഒരു IT പ്രൊഫഷണലാണ്. പക്ഷേ അദ്ദേഹം പുസ്തകം എഴുതിയിരിക്കുന്നതിനകത്ത് ചോങ്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ഒരു ചോങ്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം താളിക്കുക അല്ലെങ്കിൽ കടുക് വറുക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. ഈ കടുക് വറുക്കലിന് നമ്മളെ നാട്ടിനേക്കാൾ വലിയ പ്രാധാന്യമുണ്ട് നോർത്ത് ഇന്ത്യയിൽ. കാരണം അവരുടെ താളിക്കൽ ഒരു 1.5 താളിക്കലായിരിക്കും. അപ്പോൾ പുള്ളി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് നമ്മൾ കണ്ടുപിടിച്ച ഒരു വഴിയാണിത്. അതായത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച ഒരു വഴിയാണിത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം നൽകുന്നൊരു ശാസ്ത്രീയ വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സ്പൈസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, നമ്മുടെ മണം ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അതായത് ഗ്രാമ്പു, തിപ്പല്ലി, മറ്റേ കുരുമുളക്, കരിയാമ്പ്, അതുപോലെയുള്ള കുറേ സാധനങ്ങൾ, കുരുമുളക് പൊടി, കുരുമുളക്, അതൊക്കെ ഈ സാധനങ്ങളൊക്കെ തന്നെ അതിനകത്ത് ഉണ്ടാകുന്ന അതിൻ്റെ ആ എസൻസ്, മണം ഉണ്ടാക്കുന്ന അരോമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാട്ടർ സൊല്യൂബിൾ അല്ല, വെള്ളത്തിൽ ലയിക്കില്ല. ഒരു കുരുമുളക് എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് അതേപടി വേവിച്ചാലൊന്നും അത് പെട്ടെന്ന് അതിന് മണം വ്യത്യാസം വരില്ല. അതേസമയം അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഓയിൽ സൊല്യൂബിളാണ്. അതുകൊണ്ട് എണ്ണ ചൂടാക്കി ആ എണ്ണയിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ, ഇതിൻ്റെ അരോമാറ്റിക് ആയിട്ടുള്ള സ്പൈസസ് ആയിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ ആ എണ്ണയിലേക്ക് പരക്കുകയും ആ എണ്ണയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കറിയിലേക്ക് ഒഴിക്കാനോ അല്ല കറി അതിനകത്തേക്ക് ഇടുകയൊക്കെ ചെയ്യുന്നത്. അതാണ് അതിനെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഫുഡ് പൊതുവെ സ്പൈസി ആയിട്ട് കാണുന്നു എന്നുള്ളൊരു നിരീക്ഷണം അദ്ദേഹം നടത്തുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്കും അറിയില്ല, പക്ഷേ സത്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ മാംസം കഴിക്കാൻ കഴിയാത്ത സവർണരാണ് ഇത്തരം പരീക്ഷണങ്ങൾക്ക് മുതിരുന്നത്. കാരണം അവർ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടെത്തും എന്നാണ് പറയുന്നത്. അതിൽ പനീറിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം. പനീറിനെ കുറിച്ച് പറയുന്നത് തന്നെ ഈ പനീറിൻ്റെ ടെക്സ്ചറും പനീറിൻ്റെ ആ മുറിച്ച സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊരു മാംസകഷ്ണം പോലെ ഇരിക്കും. അപ്പോൾ മുഗളന്മാരൊക്കെ ഇന്ത്യയിൽ വന്നപ്പോൾ, അല്ലെങ്കിലും അവരാണല്ലോ മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരറച്ച് കഴിക്കുമ്പോൾ ഇവർക്കൊന്നും കഴിക്കാനില്ല. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളൊരു നിരീക്ഷണം. ഇതൊന്നും 100% ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ മിമിക്ക് ചെയ്യാനുള്ള ഒരു രീതി, അതായത് ഈ നോൺ വെജിറ്റേറിയൻ ഫുഡിനെ മിമിക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം പൊതുവെ കാണാറുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഭക്ഷണം എന്ന് പറയുന്നത് കേവലമായ ഒരു ഭക്ഷണമായിട്ടല്ല നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്. നന്ദി. താങ്ക് യു.